കൊച്ചി തൊടുപുഴ ക്രിക്കറ്റ് സ്റ്റേഡിയം അഴിമതിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ വിജിലൻസ് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. കേസ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. മുൻ KCA അധ്യക്ഷൻ TC മാത്യു അടക്കം 18 പ്രതികളാണ് കേസിലുള്ളത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അഹമ്മദ് മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, KCAക്ക് കനത്ത തിരിച്ചടിയാണ്. മാത്രമല്ല KCAയുടെ മുൻ അധ്യക്ഷനായ TC മാത്യു അടക്കമുള്ളവർ 18 പേർ ഈ കേസിൽ പ്രതികളാണ്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCAയുടെ ഭാരവാഹികൾ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പൊതുസേവകർ എന്ന നിർവചനത്തിന്റെ കീഴിലാണെന്നും അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമപ്രകാരം KCA ഭാരവാഹികൾക്കെതിരെ വിജിലൻസ് എറണാകുളം യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസ്, അതിൽ നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഉണ്ടായിരുന്നു. ആ കേസിൽ അന്വേഷണം തുടരാമെന്നും ഇന്നിപ്പോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ വിധി വന്നിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇന്നിപ്പോൾ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ ഇടക്കൊച്ചിയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുന്നതിനായി KCA 26.62 കോടി രൂപയ്ക്ക് 24 ഏക്കറിനടുത്തുള്ള സ്ഥലം വാങ്ങിയതിലെ അഴിമതി, ക്രമക്കേട് ഉൾപ്പെടെ സംബന്ധിച്ചായിരുന്നു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് KCA ഭാരവാഹികൾക്കെതിരെ ചില പരാതികൾ വരികയും അതിനടിസ്ഥാനത്തിൽ ത്വരിതാന്വേഷണം നടത്തി വിജിലൻസ് കോടതി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ആ കേസ് റദ്ദു ചെയ്യണം. ഒപ്പം തന്നെ വിജിലൻസ് മറ്റൊരു കേസ്, ഇടുക്കിയിലെ മണക്കാട് വില്ലേജിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുന്നതിനായി 10 ഏക്കർ സ്ഥലം വാങ്ങിയതിലെ ക്രമക്കേട്, അത് അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ഹരീഷ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു. വിജിലൻസ് കോടതിയെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്ത കേസ്, ഈ 2 കേസുകളിലെയും FIR റദ്ദാക്കണമെന്നുള്ളതായിരുന്നു നേരത്തെ KCAയുടെ ആവശ്യം. മാത്രമല്ല വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന അഴിമതി നിരോധന നിയമപ്രകാരം പൊതുസേവകരെന്ന് നിർവചിക്കാൻ കഴിയില്ല എന്നതായിരുന്നു നിയമപരമായിട്ടുള്ള അവരുടെ ഡിഫൻസ്. അന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് അനുവദിക്കുകയും ആ അന്വേഷണം നിർത്തലാക്കുകയും ചെയ്തു, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിനെതിരെ നൽകിയ അപ്പീലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. അതായത് ഇന്നത്തെ വിധിയുടെ കാതൽ ഇതാണ്: ഈ KCA ഭാരവാഹികൾ പൊതുസേവകർ എന്ന് പറയുന്ന അഴിമതി നിരോധന നിയമത്തിന്റെ കീഴിൽ വരുന്ന ആളുകളാണ്, പബ്ലിക് സർവൻസ് ആണ്. അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം അവർക്കെതിരെ ആകാം. KCA സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഭൂമി വാങ്ങിയതിലെയും സ്റ്റേഡിയം നിർമ്മാണത്തിലെയും ഒക്കെ ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്താം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. എന്തായാലും നേരത്തെ വിജിലൻസിന്റെ അന്വേഷണം കോട്ടയം യൂണിറ്റിന്റെയും അതോടൊപ്പം തന്നെ എറണാകുളം യൂണിറ്റിന്റെയും ഈ 2 യൂണിറ്റുകളുടെയും അന്വേഷണം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി അതിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ കേസിൽ KCA ഭാരവാഹികൾക്കെതിരെ നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ TC മാത്യു ഉൾപ്പെടെയുള്ള 18 പേർക്കെതിരെയുള്ള അന്വേഷണം വിജിലൻസിന് തുടരാം. അവർ അഴിമതി നിരോധന നിയമത്തിന്റെ കീഴിൽ തന്നെ വരുന്ന പബ്ലിക് സർവൻസ് ആണെന്ന് അസന്നിഗ്ധമായി ഡിവിഷൻ ബെഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. KCA സംബന്ധിച്ച് ഇനിയിപ്പോ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം പോകുമ്പോൾ ഏത് രൂപത്തിലാണ് അത് ബാധിക്കുക എന്നതുൾപ്പെടെ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ KCA സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വിജിലൻസ് ഇനി കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. അതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ അനുവദിച്ച സ്റ്റേ അത് സാങ്കേതികമായി മറികടക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയാണ് ഇപ്പോൾ ഇന്നുണ്ടായിരിക്കുന്നത്.